ഈ കേസിൽ ഉന്നത തലങ്ങളിലേക്ക് അന്വേഷണം പോയാൽ തീർച്ചയായും SP സുജിത് ദാസ്, DYSP VV ബെന്നി, CI ജീവൻ ജോർജ്, ഈ 3 പേരുടെയും പങ്ക് പുറത്തു വരേണ്ടതുണ്ട്. ഇതിൽ DYSPയുടെ നേതൃത്വത്തിൽ നടന്ന ഗൂഢാലോചന, ഇതിൽ കൃഷ്ണലാലിനെ കുടുക്കാൻ നടത്തിയ ശ്രമങ്ങൾ, ഇതെല്ലാം TV പ്രസാദ് നേരിട്ട് കൃഷ്ണലാലുമായി സംസാരിച്ചപ്പോഴാണ് പുറം ലോകം അറിഞ്ഞത്. നമ്മൾ ഈ വാർത്ത ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് കൃഷ്ണലാൽ ഈ പ്രതിപ്പട്ടികയിൽ ഇടം പിടിച്ച് ഒരുപക്ഷെ ഈ കേസിലെ രക്തസാക്ഷിയായി മാറുമായിരുന്നു. പക്ഷേ കൃഷ്ണലാലിന് അങ്ങനെ പ്രതിപ്പട്ടികയിൽ ചേരാതിരിക്കാനും DYSP അടക്കമുള്ളവർ നടത്തിയ ഗൂഢാലോചനയും നമ്മൾ പുറത്തു കൊണ്ടുവന്നത് കൃഷ്ണലാലുമായി നടത്തിയ നിർണായകമായ അഭിമുഖത്തിലൂടെയല്ലേ TV പ്രസാദ്? ഉറപ്പായിട്ടും അരുൺ, ഒരുപക്ഷെ ഇപ്പോൾ അരുൺ പറഞ്ഞതുപോലെ അന്ന് കൃഷ്ണലാൽ നമ്മളോട് അവിടെ എന്താണ് ഉണ്ടായത് എന്ന വെളിപ്പെടുത്തൽ നമ്മളിലൂടെ നടത്തിയില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ഈ 4 പോലീസ് ഉദ്യോഗസ്ഥരെ പിടികൂടി ജയിലിലടച്ച കൂട്ടത്തിൽ കൃഷ്ണലാലും ഉണ്ടാവുമായിരുന്നു എന്ന കാര്യം വ്യക്തമാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഈ കുറ്റങ്ങളെല്ലാം താനൂർ SIയുടെ ചുമലിൽ ചാരാനുള്ള വലിയ ശ്രമം തുടക്കം മുതൽ ഉണ്ടായി എന്നതാണ്. യഥാർത്ഥത്തിൽ ഡാൻസ് ഓഫ് ടീമിനെ നിയന്ത്രിക്കുന്ന മലപ്പുറം SP സുജിത് ദാസ് പിന്നീട് അങ്ങ് ചേളാരിയിൽ നിന്ന് പിടികൂടി തേഞ്ഞിപ്പലം പോലീസ് സ്റ്റേഷൻ അടക്കം 3 പോലീസ് സ്റ്റേഷനുകൾ കടന്ന് താനൂർ DYSPയുടെ അധികാര പരിധിയിലേക്ക് ഈ 12 പേരെയും കൊണ്ടുവരുന്ന ഒരു ചിത്രം. അങ്ങനെ താനൂർ DYSPയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു MDMA വേട്ട, അത് അവരുടെ നേതൃത്വത്തിൽ നടന്ന ക്രൂരമായ മർദ്ദനം, സ്വാഭാവികമായും ഇതിൽ കൃഷ്ണലാൽ ചെയ്തതിനേക്കാളും കുറ്റം എന്തുതന്നെയായാലും DYSP ബെന്നി ചെയ്തിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. അതിൽ കൃഷ്ണലാലിനെ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള കാരണത്തിൽ പറഞ്ഞത് പ്രൊസീജിയർ ലാപ്സ് എന്നാണ്. അതായത് മഹസർ തയ്യാറാക്കുന്നതിൽ വീഴ്ച വരുത്തി. അങ്ങനെയെങ്കിൽ DYSP ബെന്നിയുടെ വീഴ്ച പരിശോധിച്ചാൽ അതിലും ഗുരുതരമായ ഒന്നുണ്ട് അരുൺ. കാരണം താമിർ ജഫ്രി മരിച്ചതിന് ശേഷം രാവിലെ 7 മണിക്ക് ശേഷമാണ് FIR തയ്യാറാക്കുന്നത്. അതായത് മരിച്ച ആളുടെ FIR മരിച്ചതിന് ശേഷം തയ്യാറാക്കി എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയെങ്കിൽ കൃഷ്ണലാലിനെക്കാളും വലിയ തെറ്റ് DYSP ബെന്നി ചെയ്തു. തീർന്നില്ല. ഇത്രയും പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനായ ബെന്നി SI കൃഷ്ണലാലിന് കൊടുക്കുന്ന നിർദ്ദേശം നമ്മൾ കണ്ടതാണ്. നമ്മളാണത് പുറത്തുവിട്ടത്. എന്താണ് പറഞ്ഞത്? നേരിട്ട് പോയി ക്രൈംബ്രാഞ്ചിന് മൊഴി കൊടുക്കരുത്, അഡ്വക്കേറ്റ് മഞ്ചേരി ശ്രീധരൻ നായരെ കാണണം. തീർന്നില്ല. ഡാൻസ് ഓഫ് അംഗങ്ങളെ കണ്ട് മൊഴി ഒന്ന് ഷെയ്പ്പ് ചെയ്തിട്ട് വേണം ഈ പറയുന്ന ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകാൻ. എന്താണ് അതിൻ്റെ അർത്ഥം? ഒരുപാട് കാര്യങ്ങൾ ഒളിപ്പിച്ചു വയ്ക്കാനുണ്ട് DYSP ബെന്നിക്ക് എന്നത് തന്നെയാണ്. തീർച്ചയായും ഈ കേസിലെ ഒരു ഗൂഢാലോചന നടത്തിയതിൽ പ്രധാനി DYSP ബെന്നിയാണ് എന്ന കാര്യം ഉറപ്പാണ്. അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ എന്തിനാണ് കൃഷ്ണലാലിനോട് മൊഴി ഷേപ്പ് ചെയ്യാനും വക്കീലിനെ കാണാനും വേണ്ടി VV ബെന്നി പറയുന്നത് എന്ന ചോദ്യം വളരെ പ്രധാനമാണ്. യഥാർത്ഥത്തിൽ ഈ കേസിൽ തെളിവ്